ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനകംസാണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് ഇരിക്കല്ലേ? നമ്മുടെ എക്സാം ഇതാ ഇങ്ങ് എത്തിപ്പോയി. അപ്പൊ നമുക്ക് അടിപൊളിയായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യേണ്ടതാണ്. ഇപ്പോഴേ നമ്മൾ അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പൊ നമുക്കൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോണ്ടന്റും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. ലോക്കൽ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൽ SC ക്വസ്റ്റ്യൻ ഒക്കെ ഒരുപാട് വരാറുണ്ട് അല്ലേ? 73rd ആയിട്ടുള്ള അമെന്റ്മെന്റ്, 73rd അമെന്റ്മെന്റ്, 74th അമെന്റ്മെന്റ്, പഞ്ചായത്ത് രാജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ ചാപ്റ്ററിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ കണക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് 8 മാർക്കിന്റെ essay നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വർ ദ ചേഞ്ചസ് ബ്രോട്ട് അബൌട്ട് ബൈ ദ 73rd ആൻഡ് ദ 74th അമെന്റ്മെന്റ് ഇൻ ദ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ? ലോക്കൽ അഡ്മിനിസ്ട്രേഷനിൽ 73rd 74th അമെന്റ്മെന്റ് വന്നതിന് ശേഷം എന്തൊക്കെ ചേഞ്ചസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആർ യു റെഡി അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം മക്കളെ. ആദ്യം നമുക്ക് 73rd അമെന്റ്മെന്റ് ആണ് നോക്കാൻ പോകുന്നത്. പഞ്ചായത്ത് രാജ് കോൺസ്റ്റിറ്റ്യൂഷൻ സിസ്റ്റം. ഈ പഞ്ചായത്ത് രാജിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവന്നത് നമുക്ക് നോക്കാം. റെഡി? യെസ് മക്കൾ, ഒരു 3 ടയർ സിസ്റ്റം വരികയാണ്. വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്ട് ലെവൽ എന്ന് പറഞ്ഞ ഒരു 3 ടയർ സിസ്റ്റം വരികയാണ്. അതെല്ലാ സ്റ്റേറ്റിലും വേണമെന്ന് എന്ത് ചെയ്യുന്നു പറയുന്നു. നമുക്ക് വേണമെങ്കിൽ ബ്ലോക്ക് ലെവൽ അവോയ്ഡ് ചെയ്യാം. നമ്മൾ സ്റ്റേറ്റിൽ 20 ലക്ഷം പോപ്പുലേഷനെക്കാളും കുറവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഇവിടെ ഒരു ഗ്രാമസഭ എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്. ആൻഡ് the chairman of block panchayat and ജില്ലാ പഞ്ചായത്ത് will be elected by the concerned panchayat members. മക്കളെ, ഇവരെ ഇലക്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ലോക്കൽ MLAs MPs will be ex officio members of block പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്തിലെ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആയിരിക്കും MLAസും MPസും എന്നാണ് പറയുന്നത്. ലോക്കൽ MLAസും MPസും. അതേപോലെ ഗ്രാമസഭയുടെ ചെയർമാൻ ഓഫ് ദ ഗ്രാമസഭ വിൽ ബി ഇലക്റ്റഡ് ആസ് പെർ ദ ലോ അപ്രൂവ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്ന ലോയിലൂടെ ഇലക്ട് ചെയ്തിട്ടാണ് ഗ്രാമസഭയുടെ ചെയർമാൻ വരുന്നത്. ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് ദ പ്ലേസ് ഇൻ ഓൾ ദ 3 ലെവൽ ദർ വിൽ ബി പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷൻ ഓഫ് SC ST. ഈ 3 ലെവലിലും നമുക്ക് അവിടുത്തെ ജനങ്ങളെ ആസ്പദമാക്കി 3 ലെവലിലും നമുക്ക് പ്രൊപ്പോർഷണൽ റെപ്രസെന്റേഷനിലൂടെയാണ് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. അത് എക്സ്പെഷ്യലി SC ST ആളുകളെ അവിടുത്തെ പോപ്പുലേഷൻ ബേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവർക്കും ഒരു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതേപോലെ സ്ത്രീകൾക്ക് 1/3 ഭാഗം സീറ്റ് അവർക്ക് റിസർവ് ചെയ്തിട്ടുണ്ടാവണം എന്ന് പറയുന്നു. അത് അവരുടെ പോപ്പുലേഷൻ അനുസരിച്ച്. അതേപോലെ തന്നെ നമ്മുടെ SC ST വിഭാഗത്തിന് അവരുടെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് അവിടെ എന്താ ചെയർമാനായിട്ടും അവരെ പരിഗണിക്കണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ചെയർമാൻഷിപ്പ് എന്ന് പറയുന്നത് 1/3 ഭാഗം ലേഡീസ് ആവണം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. റിസർവേഷൻ എന്ത് ചെയ്യണം, റൊട്ടേഷൻ ആയിട്ടാണ് വരേണ്ടത്. ഈ വട്ടം ഉണ്ടെങ്കിൽ അടുത്ത വട്ടം വേണ്ട, അതിൻ്റെ അടുത്ത വട്ടം, അങ്ങനെ റിസർവേഷൻ റൊട്ടേഷൻ ആയിട്ട് വരണം എന്ന് പറയുന്നുണ്ട്. ഇവരുടെ കാലാവധി പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കാലാവധി 5 വർഷത്തേക്കാണ് മക്കളെ. ആഫ്റ്റർ ഡെസൊല്യൂഷൻ, അതിനുശേഷം നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, ഇലക്ഷൻ നടക്കുന്നു. 6 മാസത്തിനുള്ളിൽ, 5 വർഷം ഇവരുടെ കാലാവധി കഴിഞ്ഞാൽ പിന്നീട് ഇലക്ഷൻ 6 മാസത്തിനുള്ളിൽ ഇലക്ഷൻ നടന്ന് പുതിയ കമ്മിറ്റീസ് എന്ത് ചെയ്യണം, ഫോം ചെയ്തിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഈ ഒരു ആക്ടിൽ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിൽ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് ഉണ്ടാവണം. അത് അപ്പോയിന്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഗവർണർ ആയിരിക്കും സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. അവർ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഫിനാൻസ് കമ്മീഷനെയും അപ്പോയിന്റ് ചെയ്യണം. 5 വർഷത്തേക്കായിരിക്കും ഇവരുടെ കാലാവധി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഗവൺമെന്റ് സജഷൻസ് ഒക്കെ കേട്ടിട്ടാണ് നമ്മളൊരു ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അവിടെ നോക്കാനുള്ളത്. എവിടെ 73rd അമെന്റ്മെന്റിൽ. ഈ 73rd അമെന്റ്മെന്റ് വന്നപ്പം ലോക്കൽ അഡ്മിനിസ്ട്രേഷനിലെ മാറ്റങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി 74th അമെന്റ്മെന്റ് വന്നപ്പം അർബൻ ലോക്കൽ ഗവൺമെന്റിൽ ഉണ്ടായ കാര്യങ്ങൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അർബൻ ലോക്കൽ ഗവൺമെന്റ് മക്കളെ, ഡിറ്റർമൈനിങ് ഇറ്റ്സ് പവേഴ്സ് ഹാവ് ബീൻ മെയ്ഡ് അക്കോർഡിംഗ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. 74th അമെന്റ്മെന്റ് ആക്ട് 1992 വരുന്നു. 1993 ഏപ്രിലാണ് അത് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് കുറച്ച് സമയം എടുക്കും അല്ലേ. അതേപോലെ ഇതിൽ കൃത്യമായിട്ട് അവരുടെ റൂൾസ്, സ്ട്രക്ചർ, മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷന്റെ പവേഴ്സ് എല്ലാം പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു ആക്ട് പ്രകാരം അർബൻ ലോക്കൽ ഗവൺമെന്റിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, അർബൻ പഞ്ചായത്ത് വേണമെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആൻഡ് എല്ലാ സീറ്റ്സും ദർ ഷുഡ് ബി ഡയറക്റ്റ് ഇലക്ഷൻ. എല്ലാ സീറ്റിലേക്കും ആളുകളെ ഡയറക്റ്റ് ആയിട്ട് മാത്രമേ ഇലക്ഷനിലൂടെ എടുക്കാൻ പറ്റുള്ളൂ. കൗൺസിലേഴ്സ്
വാർഡിന്ന് ഇലക്ട് ചെയ്യും. ഓരോ കോൺസ്റ്റിറ്റ്വൻസീസ്, ടൗണിലെ കോൺസ്റ്റിറ്റ്വൻസീസ്, ഇപ്പോൾ ഓരോ നിയോജക മണ്ഡലങ്ങളെ ബേസ് ചെയ്ത് അതിൽ നിന്ന് എന്ത് ചെയ്യും, ഓരോ വാർഡിൽ ഒരു കൗൺസിലറെ തിരഞ്ഞെടുക്കും. അങ്ങനെയായിരിക്കും ഉണ്ടാവുക. SC ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻ ഉണ്ടായിരിക്കും. മുനിസിപ്പാലിറ്റീസിന് 5 വർഷമാണ് കാലാവധി. ആൻഡ് ഇതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും, ദ ഗവൺമെന്റ് ഹാസ് ദ അതോറിറ്റി ടു റിസോൾവ് ദ മുനിസിപ്പാലിറ്റി ബിഫോർ ദ കംപ്ലീഷൻ ഓഫ് ഇറ്റ്സ് ടൈം. 5 വർഷത്തിന് മുന്നേ ഈ മുനിസിപ്പാലിറ്റിനെ നമുക്ക് ഡിസൊല്യൂഷൻ, അതായത് ഒഴിവാക്കിയിട്ട് പുതിയ ആളുകളെ കൊണ്ടുവരണമെങ്കിൽ ഗവൺമെന്റിന് അത് തീരുമാനിക്കാമെന്നാണ് പറയുന്നത്. ആൻഡ് ദ കൗൺസിൽ എസ്റ്റാബ്ലിഷ് ആഫ്റ്റർ ദ ഡിസൊല്യൂഷൻ വിൽ കണ്ടിന്യൂ ഇൻ പവർ ദ റിമൈനിങ് ഡ്യൂറേഷൻ ആൻഡ് ദ remaining the duration. To conduct the municipal election, one should be at least, മുനിസിപ്പൽ ഇലക്ഷനിൽ പങ്കെടുക്കണമെങ്കിൽ നമുക്ക് 25 വയസ്സ് പൂർത്തിയായിരിക്കണം എന്നാണ് പറയുന്നത്. ഓരോ സംസ്ഥാനത്തും എന്ത് ചെയ്യുന്നുണ്ടാവും, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനാണ് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കും, അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് നടക്കും. ഇലക്ഷനുമായി റിലേറ്റ് ചെയ്ത ഫുൾ കൺട്രോൾ ആർക്കായിരിക്കും, ഈ ഒരു സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആൻഡ് സ്റ്റേറ്റ് ഗവർണർ ആയിരിക്കും എന്ത് ചെയ്യുക, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനിലെ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ തിരഞ്ഞെടുക്കുക. ആൻഡ് ഓരോ സ്റ്റേറ്റിനും ഒരു സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ കൂടെ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി വേണം, അർബൻ ഡെവലപ്മെന്റ് കമ്മിറ്റി വേണം. ഇതൊക്കെ ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായി നിയമത്തിൽ പറയുന്നുണ്ട്. അതേപോലെ ഈ ആക്ട് നമ്മളെ റെസ്പോൺസിബിലിറ്റി, അർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് റിലേറ്റ് ചെയ്ത റെസ്പോൺസിബിലിറ്റി ഒക്കെ പറയുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മളെ 12ാമത്തെ ഷെഡ്യൂളിൽ 18 വിഷയങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറഞ്ഞ് വെക്കുന്നുണ്ട്. ഓക്കെ, ക്ലിയർ? അപ്പൊ ഈ കാര്യങ്ങളൊക്കെ മക്കളെ നമുക്ക് 8 മാർക്കിന്റെ എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഈ ചാപ്റ്ററുകളിൽ മാത്രമല്ല, ഒരുപാട് ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചിട്ട് ഇതേപോലെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ മക്കളൊന്ന് കമൻറ്റ് ചെയ്യുക. അത് വെച്ചിട്ട് മിസ് എന്ത് ചെയ്യാം, കോണ്ടന്റ് ഒക്കെ ആയിട്ട് വരട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു സെക്ഷനായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.